കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി. CPIM തകർന്നാൽ ആ സ്പേസ് കൊണ്ടുപോകുന്നത് സംഘപരിവാർ രാഷ്ട്രീയമായിരിക്കുമെന്നും മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ വി ഡി സതീശൻ പറഞ്ഞു. നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകില്ലായിരുന്നുവെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങളുമായി ചേർന്നത്. ചന്തു, വലിയ തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമൊക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു മാതൃഭൂമിയിലെ അഭിമുഖം എന്നുള്ളത്. അതിൽ പറയുന്നത് ഈ സംഘപരിവാറിനെതിരെ പറയുകയും ചെയ്യുന്നു. വി ഡി സതീശനും അദാനിയും തമ്മിൽ ഡീലുണ്ട് എന്നതടക്കമുള്ള ആരോപണമൊക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അഭിമുഖം ഉള്ളത്. അപ്പോൾ അതിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? മാതൃഭൂമി വാരാന്ത പതിപ്പിൽ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഭിമുഖത്തിൽ വി ഡി സതീശന്റെ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ഉള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളായി അദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രധാനമായും കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണമെന്നാണ് വി ഡി സതീശൻ ഈ ലേഖനത്തിൽ പറയുന്നത്. ഈ ലേഖനം ഒരു നെഹ്റുവിയൻ കാഴ്ചപ്പാടിൽ ഊന്നിയ ചോദ്യങ്ങളും അത്തരത്തിലുള്ള മറുപടികളും ഉൾക്കൊള്ളുന്ന ഒരു ലേഖനമാണ്. ആ ലേഖനത്തിലാണ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ നെഹ്റുവിയൻ കാഴ്ചപ്പാടിൽ ഊന്നിയ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്ന തരത്തിലുള്ള അഭിപ്രായം പ്രകടമാക്കുന്നത്. അതിലാണ് കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണം, കേരളത്തിൽ CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം തകർന്നാൽ ആ സ്പേസ് കൊണ്ടുപോകുന്നത് സംഘപരിവാർ രാഷ്ട്രീയമായിരിക്കുമെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കുന്നു. ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും കേരളത്തിൽ നേരത്തെ ബംഗാളിലും ത്രിപുരയിലും CPIM-ഉം ഇടതുപക്ഷവും ഒക്കെ തകർന്നപ്പോൾ ആ സ്പേസ് സംഘപരിവാർ രാഷ്ട്രീയം അല്ലെങ്കിൽ BJP രാഷ്ട്രീയമാണ് കൊണ്ടുപോയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നവീകരണത്തിന് തയ്യാറാകണം, അത് കോൺഗ്രസിനും ബാധകമാണെന്നും അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞത്തെ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നെഹ്റുവിയൻ കാഴ്ചപ്പാടിൽ ഈ സ്വകാര്യ നിക്ഷേപത്തെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിനും അദ്ദേഹം ഇതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ നിക്ഷേപത്തെ നെഹ്റു പ്രോത്സാഹിപ്പിച്ചിരുന്നു. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ അത് പൊതുമേഖല മാത്രമായിരുന്നില്ല, സ്വകാര്യ മേഖല വേണ്ടെന്ന് നെഹ്റു ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും വി ഡി സതീശൻ പറയുന്നു. ഏത് തീരുമാനമെടുക്കുമ്പോഴും സമൂഹത്തിൽ താഴെത്തട്ടിലുള്ളവർക്ക് പ്രയോജനം ലഭിക്കണം, ആ തരത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ധാരാളം മനുഷ്യർ ചുറ്റിലുമുണ്ട്, അവരെ മറന്നാൽ ഭരണാധികാരികൾ ഇല്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ ബാബറി മസ്ജിദിന്റെ കാര്യവും ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ബാബറി മസ്ജിദ് തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളത് ഒരു ഗൂഢാലോചനയാണ്. നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകില്ലായിരുന്നു എന്നും വി ഡി സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ ഹിന്ദുവാണ്, സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ അജണ്ട ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ ഹിന്ദുത്വ എന്ന കാര്യം ഞാൻ ഒരിക്കലും അഭിസംബോധന ചെയ്യുന്ന തരത്തിലേക്കില്ല. ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ഉണ്ടെന്നും വി ഡി സതീശൻ പറയുന്നു. നെഹ്റു എന്റെ ഇന്ത്യയുടെ ലോകത്തിന്റെ എന്ന തലക്കെട്ടിലാണ് ഈ അഭിമുഖം ഈ ഞായറാഴ്ച. ശരി ചന്തു, എന്തായാലും കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതുപോലെ തന്നെ ഈ മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ പറയുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയില്ലായിരുന്നു നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ വിവരങ്ങളാണ് ചന്തു നൽകിയത്.